തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കാപ്പ കേസിൽ അറസ്റ്റ്. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മൂക്കൻ അനന്തുവാണ് അറസ്റ്റിലായത്. ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറാണ് പ്രതിയെ കാപ്പ ചുമത്തി കരുതൽ തടങ്കലിലാക്കിയത്. പ്രതിയുടെ പേരിൽ നെയ്യാറ്റിൻകര സ്റ്റേഷനിലും സമീപത്തെ സ്റ്റേഷനുകളിലുമായി 15-ലധികം ക്രിമിനൽ കേസുകളുണ്ട്. പ്രതിയെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിലാക്കി. തൃശൂർ കൊടുങ്ങല്ലൂർ കാരദേശത്ത് അനധികൃതമായി വിദേശ മദ്യവിൽപ്പന നടത്തിയ 69-കാരൻ പിടിയിൽ. എടവിലങ്ങ് ദേശം സ്വദേശി വിശ്വംഭരനാണ് പിടിയിലായത്. പ്രതിയിൽ നിന്നും 7 കുപ്പി മദ്യം പിടിച്ചെടുത്തു. തൃശൂർ സ്പെഷ്യൽ സ്ക്വാഡിലെ സർക്കിൾ ഇൻസ്പെക്ടർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. തിരുവനന്തപുരത്ത് 13 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 20 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചൊവ്വര സ്വദേശി കുഞ്ഞുമോനെയാണ് നെയ്യാറ്റിൻകര അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. 1 ലക്ഷം രൂപ പിഴ ഒടുക്കുവാനും വിധിച്ചിട്ടുണ്ട്. പിഴ ഒടുക്കിയില്ലെങ്കിൽ അധികമായി 3 വർഷം കൂടി ശിക്ഷ അനുഭവിക്കണം. 2015 കേസിന് ആണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. സ്കൂളിലേക്ക് പോകുകയായിരുന്ന കുട്ടിയെ അമ്മയുടെ പരിചയക്കാരനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കാറിൽ കയറ്റി ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് കേസ്. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്നു ആർ സുധാകരൻ പിള്ളയാണ് പ്രതിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്.